മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും മിസൈലുകളും ബോംബുകളും നഗരങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ സംഘർഷത്തിൽ നിന്ന് ഏറ്റവും വലിയ തന്ത്രപരമായ ലാഭം കൊയ്യുന്നത് ചൈനയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈനിക നീക്കങ്ങളും തർക്കങ്ങളും പശ്ചിമേഷ്യൻ നഗരങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു തുള്ളി ചോര പോലും ചീന്താതെയും യുദ്ധത്തിനായി വൻതുക ചെലവാക്കാതെയും ചൈന തങ്ങളുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അമേരിക്കൻ ആധിപത്യത്തിന് ഈ യുദ്ധം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. സുരക്ഷയ്ക്കായി വാഷിംഗ്ടണിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ബദൽ വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ചൈന വർഷങ്ങളായി ആഗ്രഹിച്ച ഈ ഭൗമരാഷ്ട്രീയ മാറ്റമാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും രണ്ട് വ്യത്യസ്ത ചേരികളായി തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ചേരിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങളാണുള്ളത്. അവർ അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത നയതന്ത്ര ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ചേരി വളരെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാതെ തന്നെ ഇറാനുമായി സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും ചൈനയുമായി വ്യാപാരാധിഷ്ഠിത ബന്ധം ദൃഢമാക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ മാറുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന സ്വാധീനം അമേരിക്കയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ ആശങ്കയുടെ നിഴലിലാണ് സൗദി അറേബ്യയുമായി ഒരു ചരിത്രപരമായ സിവിലിയൻ ആണവ കരാറിൽ ഒപ്പുവയ്ക്കാൻ അമേരിക്ക തയ്യാറായത്. പരമ്പരാഗതമായി തങ്ങളുടെ ആധിപത്യമുള്ള മേഖലയിൽ ചൈന ആധിപത്യം ഉറപ്പിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. ഇസ്രയേലിന്റെയും അമേരിക്കൻ ജനപ്രതിനിധികളുടെയും എതിർപ്പുകളെപ്പോലും അവഗണിച്ചാണ് വാഷിംഗ്ടൺ ഈ കരാറുമായി മുന്നോട്ട് പോയത്. ചൈനയുടെ പക്കലേക്ക് സൗദി അറേബ്യ പോകാതിരിക്കാൻ അമേരിക്ക നൽകിയ ഒരു വലിയ വിട്ടുവീഴ്ചയായിരുന്നു ഇത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമേരിക്ക സഹകരിച്ചില്ലെങ്കിലും അവരത് ചെയ്തിരിക്കും. വാഷിംഗ്ടൺ ഇപ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ ചൈനയോടൊപ്പം പോകേണ്ടതില്ല, ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതി എന്ന സന്ദേശമാണ് അമേരിക്ക ഈ കരാറിലൂടെ നൽകുന്നത്. മധ്യപൂർവേഷ്യൻ വിദഗ്ധൻ യൂസഫ് ഖാൻ വ്യക്തമാക്കുന്നത് ഇതാണ്. സൗദി അറേബ്യയെ തങ്ങളോടൊപ്പം നിർത്തി ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധമുണ്ടാക്കിയ മറ്റ് പ്രത്യാഘാതങ്ങൾ ചൈനയ്ക്ക് വലിയ നേട്ടമായി മാറുകയാണ്. യുദ്ധം രൂക്ഷമായതോടെ ഹോർമൂസ് വഴിയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങളെ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇതിന്റെ ഫലമായി പുനരുപയോഗ ഊർജ്ജത്തിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുമുള്ള മാറ്റം ലോകത്തിന്റെ പ്രധാന അജണ്ടയായി മാറി. ഇവിടെയാണ് ചൈനയുടെ യഥാർത്ഥ സാങ്കേതിക ആധിപത്യം പ്രകടമാകുന്നത്. നിലവിൽ ലോകത്തിലെ സൗരോർജ്ജ പാനൽ നിർമ്മാണ ശേഷിയുള്ള 91%, ലിഥിയം അയൺ ബാറ്ററി ഉൽപ്പാദനത്തിന്റെ 89% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. കൂടാതെ ലോകത്തെ മുഴുവൻ ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളുടെയും 70% ചൈനീസ് കമ്പനികളുടെ കൈകളിലാണ്. ചൈനയിലെ മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 30% വൈദ്യുതി രൂപത്തിലാണ്. ഇത് അമേരിക്കയിലെയും യൂറോപ്പിലെയും നിരക്കിനേക്കാൾ 40% കൂടുതലാണ്. യുദ്ധം നീണ്ടു നിൽക്കുകയും എണ്ണവില ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്യുമ്പോൾ പരമ്പരാഗത ഇന്ധനങ്ങളെ ഉപേക്ഷിച്ച് പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറാൻ ലോകം നിർബന്ധിതരാകും. അങ്ങനെയാണെങ്കിൽ ആ സാങ്കേതിക വിദ്യയ്ക്കായി എല്ലാവരും ചൈനയുടെ വാതിലിൽ മുട്ടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധം മൂലം എണ്ണ വിപണി തകരുമ്പോൾ ചൈനയുടെ ക്ലീൻ ടെക് വ്യവസായം സമാനതകളില്ലാത്ത ലാഭമാണ് കൊയ്യുന്നത്. സൈനികവും ഊർജ്ജപരവുമായ തലങ്ങൾക്ക് പുറമെ സാമ്പത്തിക രംഗത്തും ചൈന വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള ആധിപത്യം കുറയ്ക്കുക എന്ന പ്രക്രിയയ്ക്ക് ഈ യുദ്ധം വേഗത കൂട്ടിയിരിക്കുന്നു. പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതത്തിന് ഇറാൻ പ്രത്യേക നിബന്ധന മുന്നോട്ട് വച്ചിട്ടുണ്ട്. ചൈനയുടെ ഔദ്യോഗിക കറൻസിയായ യുവാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണം നൽകുന്ന കപ്പലുകൾക്ക് മാത്രമാണ് സുരക്ഷിത പാത അനുവദിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാനും റഷ്യയും പോലെയുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി ചൈന നേരത്തെ തന്നെ യുവാൻ വഴിയുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നു. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈനീസ് കറൻസി ഉപയോഗിക്കുന്നത് വ്യാപാരികൾക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുന്നു. പെട്രോ ഡോളർ വ്യവസ്ഥിതിക്ക് ഏൽക്കുന്ന ഈ പ്രഹരം ഭാവിയിൽ ഡോളറിന്റെ ആഗോള കരുതൽ നാണയമെന്ന പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അമേരിക്ക സ്വന്തം സൈനിക ശക്തിയും ആക്രമണോത്സുകമായ നയങ്ങളും ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കാളിയാകാതെ സാമ്പത്തികവും നയതന്ത്രപരവുമായ സ്വാധീനത്തിലൂടെ ആഗോള ശക്തിയായി മാറുന്ന കാഴ്ചയാണ് ചൈനയുടേത്. യുദ്ധത്തിന്റെ ഭീകരതയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വലയുമ്പോൾ അവിടെ സമാധാന ദൂതനായും ശക്തനായ സാമ്പത്തിക പങ്കാളിയായും നിലയുറപ്പിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നു. അമേരിക്കൻ യുദ്ധങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുമ്പോൾ ചൈന തങ്ങളുടെ വ്യാവസായിക ശക്തിയും ഉൽപ്പാദന ശേഷിയും ഉപയോഗിച്ച് ആഗോള വിപണിയെ കൂടുതൽ ആശ്രയയോഗ്യമാക്കുന്നു. മധ്യപൂർവേഷ്യയിൽ വീഴുന്ന ഓരോ ബോംബും അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമ്പോൾ
ചൈനയുടെ നിശബ്ദ സാമ്രാജ്യത്വം കൂടുതൽ ശക്തമാവുകയാണ്. ഭാവി ലോകക്രമം നിർണ്ണയിക്കപ്പെടുന്നത് പാശ്ചാത്യ ആയുധങ്ങളിലൂടെയല്ല, മറിച്ച് കിഴക്കൻ സാങ്കേതിക വിദ്യയിലൂടെയും കറൻസിയിലൂടെയുമായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.